ഒരു വാക്യം വായിക്കാൻ. സദൃശ്യവാക്യം 31 അധ്യായം അതിന്റെ 30 വാക്യം. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയോടുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. സ്തോത്രം, സ്തോത്രം. ലാവണ്യം വ്യാജമാ പ്രിയമുള്ളവരെ, സൗന്ദര്യം വ്യർത്ഥമാ. യഹോവ ഭക്തിയോടെ നീ ആയിരുന്നാലുണ്ടല്ലോ, നീ പ്രശംസിക്കപ്പെടുവാനിടയായി തീരും. ഞാൻ തിരുവചനത്തിലെ കുറച്ച് സഹോദരിമാരെ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായം 6 വാക്യം. ഹല്ലേലൂയ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരും ആയിരുന്നു. മതി സിസ്റ്ററെ, ഇരുവരും എന്ന് പറഞ്ഞതിനകത്ത് നമ്മുടെ എലിസബത്ത് ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇരുവരും ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായിരുന്നു. പക്ഷേ അവർക്കൊരു കുഞ്ഞില്ലായിരുന്നു. കുഞ്ഞ്, നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിക്കാതെ പോകുമ്പോൾ നീ വിഷമിക്കല്ലേ. കർത്താവേ, എൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ? അല്ല കുഞ്ഞേ, ദൈവനാമം നിന്നിലൂടെ മഹത്വപ്പെടാനാ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ എങ്ങനെയാ ഒരു പൊതുവേദിയിൽ എൻ്റെ സാക്ഷ്യം പറയുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കും. ഹല്ലേലൂയ. എൻ്റെ മോള് ജനിച്ച 9 വർഷങ്ങൾ എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു പ്രിയമുള്ളവരെ. പ്രൊലാക്റ്റിൻ ഹോർമോൺ എൻ്റെ ബ്ലഡിൽ ഒത്തിരി കൂടിയിട്ട് എൻ്റെ ശരീരത്തിൽ നടക്കേണ്ടിയിരുന്ന പ്രവർത്തനങ്ങൾ നടക്കാതിരുന്ന വ്യക്തിയാണ്. എനിക്ക് സർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. എനിക്കൊരു കുഞ്ഞിനെ താങ്ങിയാലും 450 ഗ്രാമിൽ കൂടുതൽ ഒരു ബേബിയെ താങ്ങാൻ കഴിവില്ലെന്ന് പറഞ്ഞതാ. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ദൈവം എനിക്ക് 5 മക്കളെ തന്നു. അതിലൊരു കുഞ്ഞ് നിത്യതയില. ഹല്ലേലൂയ. 3 മോനും 2 മോളും. ഹല്ലേലൂയ. ഇന്ന് 2 മോനും 2 മോളും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു മോനെ എൻ്റെ യേശുപ്പച്ചനും തന്നു. ഹല്ലേലൂയ. ഒരു കൊച്ചു മോളെ എൻ്റെ കർത്താവ് എനിക്ക് തരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവം എനിക്ക് തന്ന മോന്. ഹല്ലേലൂയ. എൻ്റെ മോള് ഡെലിവറി ആയത് ഓഗസ്റ്റ് കഴിഞ്ഞ 2 ആഴ്ചയായുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. അതും ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു. ഹല്ലേലൂയ. ആ മോൾക്ക് 6 വയസ്സുള്ളപ്പോഴാണ് ബ്രെയിനിൽ ഒരു അഡിനോമ കണ്ടുപിടിക്കുന്നത്. ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ കുഞ്ഞിനെ വളർത്തുവാനുള്ള ആയുസ് എനിക്ക് തരണമേ. ഒരു ദൈവദാസൻ ദൂത് പറഞ്ഞു, ആ കുഞ്ഞിനെ നീ എടുക്കുവാൻ ദൈവം ഇടയാക്കും. ഒരമ്മ മരണം മുഖാമുഖം കാണുമ്പോൾ അമ്മയുടെ ഹൃദയം വേദനിക്കുന്നത് കുഞ്ഞിനെ ഓർത്തിട്ടാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അങ്ങനെയാണ് ആണെങ്കിൽ എൻ്റെ സഹോദരിമാരെ, എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? ഒരമ്മ അടുത്ത നിമിഷം മരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ അവളുടെ മനസ്സിൽ വരുന്നത് എൻ്റെ കുഞ്ഞിനെ ആര് നോക്കുമെന്നാണെങ്കിൽ, ഭാരപ്പെടുന്ന സഹോദരി, നീറുന്ന സഹോദരി, നിന്റെ വേദനയില്, നിന്റെ കഷ്ടതയില് എന്റെ കർത്താവിന് സഹതാപമുണ്ട് കുഞ്ഞേ. ഇന്ന് പകൽക്കാലം നിന്റെ നിരാശകളൊന്ന് മാറട്ടെ, നിന്റെ ഭാരങ്ങളൊന്ന് മാറട്ടെ. ഈ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ദൈവം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവനോട് ഇടപെട്ട ഒരു വചനമാ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല കുഞ്ഞേ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നീ അസാധ്യമെന്ന് ചിന്തിക്കുകയാണോ? അസാധ്യമെന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെ ദൈവത്താൽ. ഒന്ന് പറഞ്ഞേ സഹോദരിമാരെ, ഒന്ന് പറഞ്ഞേ, ആത്മാവിലൊന്ന് കൽപ്പിച്ചേ. ഹല്ലേലൂയ. ആത്മാവിലൊന്ന് കൽപ്പിച്ചേ. ഹല്ലേലൂയ. എൻ്റെ ദൈവത്താൽ ഒന്ന് പറ. നിന്റെ നാവിന്മേൽ തന്നെ മരണവും ജീവനും ഇരിക്കുക. കൽപ്പിക്കാൻ വേണ്ടി നീ അമേരിക്കയിൽ നിന്ന് സായിപ്പിനെ വിളിച്ചോണ്ട് വരണ്ട സഹോദരി. ആത്മാവിലൊന്ന് കൽപ്പിച്ചേ. എൻ്റെ ദൈവത്താൽ ചില അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അതിൻ്റെ ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായം അതിൻ്റെ 18 വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. സെഖര്യാവ് ദൂതനോട്, ഇതു ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ വാക്കുകൾ നമ്മളെ തളർത്തും പ്രിയമുള്ളവരെ. എൻ്റെ ബ്രെയിനിൽ ഒരു അഡിനോമ കണ്ടുപിടിച്ചപ്പോഴുണ്ടല്ലോ, ചിലരുടെ വാക്ക് കേട്ടാൽ നിങ്ങൾ കേൾക്കാൻ പോകല്ലേ സഹോദരിമാരെ.
ICU കിടക്കുന്നവർ പെട്ടെന്ന് അടിച്ചു പോകും കേട്ടോ. ഹല്ലേലൂയ. ചിലർക്ക് ശക്തിപ്പെടുത്താൻ പ്രത്യേക ഒരു കൃപയാ. ഹല്ലേലൂയ. എൻ്റെ ബ്രെയിനിൽ ഒരു അഡിനോമ കണ്ടുപിടിച്ചപ്പോൾ, ട്യൂമർ കണ്ടുപിടിച്ചപ്പോൾ ഒരമ്മച്ചി എന്നെ കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ച് കരഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി ഇതെന്തിനാ കരയുന്നേ? എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അന്നേരം അമ്മച്ചി പറഞ്ഞു, അല്ല മോളെ, ഇതുപോലൊരു അസുഖം വന്ന ഒരു കൊച്ചുണ്ടല്ലോ, 2 ആഴ്ച കഴിഞ്ഞപ്പം മരിച്ചുപോയി. അന്നേരം ഞാൻ ഓർത്തു, ഈ ഗ്ലോറിമോടെ കൊച്ചിനാരാ ഉള്ളേ? അയ്യോ, എൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നി പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ആ കുഞ്ഞു കർത്താവിന് വേണ്ടി നിന്നിട്ട് അതിനിങ്ങനെയൊക്കെ വന്നല്ലോ. ഹല്ലേലൂയ. സഹതാപമാ, പക്ഷെ ആ സഹതാപം എന്നെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയെ കൊണ്ടെത്തിച്ചു. ഹല്ലേലൂയ. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, അമ്മച്ചി സഹതാപാ, കെട്ടിപ്പിടുത്തവാ, പക്ഷെ നിന്നെ ഇത് നിരാശയിലാഴ്ത്തിക്കളെ. എൻ്റെ ഉറക്കം പോയി പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഞാൻ ഓർത്ത് ഈ അമ്മച്ചിയുടെ പറച്ചിൽ കേട്ടപ്പോൾ ഞാൻ അന്നേരം ഇങ്ങനെ ഒന്ന് ചുമച്ചു. അമ്മച്ചി പറയാം, മോളെ, ചുമയാ ഇതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. അമ്മച്ചി ഒരു ന്യൂറോ സർജൻ അങ്ങ് ആകുക പ്രിയമുള്ളവരെ. ഓരോ കൊച്ചിങ്ങനെ 2 ചുമച്ചു, പിന്നെ അതിൻ്റെ ബോധം പോയി, പിന്നെ അത് എഴുന്നേറ്റിട്ടില്ല. ഹല്ലേലൂയ. പെട്ടെന്ന് അമ്മച്ചി ഒരു ന്യൂറോ സർജൻ അങ്ങ് ആകുക. ഹല്ലേലൂയ. അമ്മച്ചിയുടെ പറച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ, ഞാൻ മൂക്കിക്ക് 2 പഞ്ഞിയും വെച്ച് റീത്തും പിടിച്ചിങ്ങനെ കിടക്കുന്നത് പോലെ എനിക്ക് തോന്നി പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. 2006 കാര്യമാണ് ഞാൻ പറയുന്നേ. എന്നാൽ എൻ്റെ കർത്താവ് എനിക്ക് ആയുസ് തന്നു, ആരോഗ്യം തന്നു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ആ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു കേട്ടോ, നിനക്ക് 450 ഗ്രാമുള്ള കുഞ്ഞിന് 4 കിലോ 600 ഗ്രാമുള്ള കുഞ്ഞിനെ ഫസ്റ്റ് സിസേറിയൻ ചെയ്തെടുത്ത വ്യക്തി 4 കിലോ 600 ഗ്രാമുള്ള കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ആ മുസ്ലിം ഡോക്ടർ പറയുക, അല്ലാഹ് ഈസ് വിത്ത് യു, അലാ തുളിയു ഡെലിവേർഡ്. എനിക്കൊന്നും മനസ്സിലായില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. പുള്ളിക്കാരി ആത്മാവിലാവുക. ഹല്ലേലൂയ. അതുപോലെ പറയുക, പുള്ളിക്കാരി അങ്ങ് അത്ഭുതപ്പെട്ടു പോവുകയാ. ഹല്ലേലൂയ. ദൈവ ഇതിലെ ചിലരൊരു സംഭ്രമം പിടിക്കുന്നത് പോലെ ചില അത്ഭുതങ്ങൾ ഒന്ന് റിസീവ് ചെയ്തേ. ഈ സെക്കരിയാവുണ്ടല്ലോ, ഹല്ലേലൂയ, വിശ്വസിച്ചില്ല. ഹല്ലേലൂയ. സാലറി വർദ്ധിക്കാൻ ആരും പ്രാർത്ഥിക്കേണ്ട പ്രിയമുള്ളവരെ. ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ, എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്താൽ ഹാബേൽ, വിശ്വാസത്താൽ ഹാനോക്ക്, വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ സാറ ശരീരത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പറ കുഞ്ഞെ, ആത്മാവിൽ പറ, ആത്മാവിൽ കൽപ്പിക്ക്. ഞാൻ എൻ്റെ അനുഭവം പറയട്ടെ പ്രിയമുള്ളവർ. ഒത്തിരി ഉണ്ടെന്നേ പറയാൻ, ഒത്തിരി ഉണ്ട് ധൈര്യപ്പെടുത്താൻ. സൗദി അറേബ്യയിലെ നീന എന്ന് പറയുന്ന ഒരു സിസ്റ്റർ, ആ സിസ്റ്ററുടെ ഒരു ഫിലോപ്പിയൻ ട്യൂബുലാർ പ്രഗ്നൻസി വന്ന ട്യൂബ് കട്ട് ചെയ്തു. ഒരു ട്യൂബ് ബ്ലോക്കാ. ഡോക്ടർ പറഞ്ഞു 1% പോലും സാധ്യതയില്ല കുഞ്ഞുണ്ടാകാൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, കരം കോർത്ത് പിടിച്ചു പ്രാർത്ഥിച്ചു. ആദ്യം ഒരു കുഞ്ഞിനെ കൊടുത്തു, 3 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത കുഞ്ഞിനെയും കൊടുത്തു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം, ഹല്ലേലൂയ, മനുഷ്യന്റെ വാക്കുകൾ നമ്മളെ തളർത്തും പ്രിയമുള്ളവരെ. എൻ്റെ പ്രഷർ 24 വരെ താണപ്പോൾ ഡോക്ടർ ചോദിക്കുക, നീ ഇവിടെ ഇരിക്കുവാണോ, ബോധം പോകുന്നുണ്ടോ? ഹല്ലേലൂയ. അവർ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ പ്രിയമുള്ളവരെ, എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ ചെയ്തോട്ടെ. ഹല്ലേലൂയ. എന്നാൽ എൻ്റെയും നിന്റെയും കാര്യം തീരുമാനിക്കുന്നതുണ്ടല്ലോ ഡോക്ടറല്ല, മനുഷ്യനല്ല. കാൽവറിയുടെ മലമുകളിൽ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന പ്രാണപ്രിയനാണ്. ഹല്ലേലൂയ. ചിലരെന്നോട് ചോദിക്കും, ഒരു സിസ്റ്ററെ, എന്തിനാ ഈ സുവിശേഷം പറയുമ്പോൾ ഇത്രേ അങ്ങോട്ട് എനർജി? ഹല്ലേലൂയ. ഞാൻ ഓർക്കുക, ഈ പിള്ളേർക്ക് ഒരു റൊണാൾഡോയോ മെസ്സിയോ ഒക്കെ എനിക്കറിയത്തില്ല പ്രിയമുള്ളവരെ. എനിക്ക് എൻ്റെ യേശുപ്പച്ചനെ മാത്രമേ അറിയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം കുഞ്ഞൊരു ഫോട്ടോ ഇട്ടേക്കുന്നു. ഞാൻ ചോദിച്ചു, മോനെ ഇത് ഏത് ചെറുക്കനാ? അയ്യോ, അമ്മയ്ക്ക് അറിയത്തില്ല അമ്മ, അത് റൊണാൾഡോയാ. അത് ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, ഞാനൊരു കർത്താവിൻ്റെ ദാസി, അങ്ങനെ ഒരു ചെറുക്കൻ്റെ ഫോട്ടോ ഇതിനകത്ത് ഇടല്ലേ. അവരുടെ ടീം ഒരു ഗോൾ അടിക്കുമ്പോൾ രാത്രി ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്. അകവാള് എന്നൊരു കൂവല് കേട്ടാൽ അല്ലേ. ഞാൻ പറഞ്ഞു, മക്കളെ, ഈ റൊണാൾഡോയും മെസ്സിയും ഒന്നും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ കർത്താവാ നമ്മുടെ ആരാധ്യ പുരുഷൻ. ഹല്ലേലൂയ. എൻ്റെ കർത്താവാ നമ്മുടെ ആരാധ്യ പുരുഷൻ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, അവർ വിശ്വസിക്കുന്ന ഒരു സഹോദരി കൊച്ചിനെ പിടിച്ചോണ്ടിരിക്കുക പ്രിയമുള്ളവരെ. അവളുടെ ടീം ഒരു ഗോൾ അടിച്ചപ്പോൾ ആ കൊച്ചിനെ എടുത്ത് മുകളിലോട്ട് ഒരഞ്ഞെങ്കിൽ
ഹല്ലേലൂയ. എൻ്റെ പ്രാണപ്രിയന്റെ കാര്യം പറയുമ്പോൾ ഈ എനർജി വേണ്ടേ പ്രിയമുള്ളവരെ? അതറിയാതെ അങ്ങ് വന്നു പോകുക. ഹല്ലേലൂയ. കാരണം അതുപോലൊരു സത്യത്തിന് വേണ്ടിയാ പ്രിയമുള്ളവരെ ഞാൻ നിൽക്കുന്നത്. എന്നിൽ വെളിപ്പെടാൻ ഒരു തേജസ്സുണ്ട്, എനിക്കൊരു സ്വർഗരാജ്യമുണ്ട്. എൻ്റെ കർത്താവ് തരുന്ന പ്രത്യാശ വേറെ ആരാ നമുക്ക് തന്നിട്ടുള്ളത്? ഹല്ലേലൂയ. ഇവിടെ ഈ സെക്രിയാവിനോട് പറയുക, നീ ഇനി മിണ്ടരുത്. അവന് ഊമനായി തീർന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ അരുളപ്പാട് വിശ്വസിക്കണം പ്രിയമുള്ളവരെ. അതൊരു സാധുവായ ഒരു സഹോദരിയിൽ കൂടിയാണെങ്കിലും ദൈവം നിന്നോട് സംസാരിക്കണമെന്ന് തോന്നിയാൽ, എനിക്കറിയാം, ചില സൗദി അറേബ്യയിലെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവർ എഴുന്നേറ്റ് നിന്നിട്ട് ഐ റിസീവ്. ഹല്ലേലൂയ. അങ്ങ് പറയുക പ്രിയമുള്ളവരെ, ഐ റിസീവ്ഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ധൈര്യത്തോടെ നീ അങ്ങ് പറ. നീ ഇത് സംഭവിക്കും വരെ നീ ഊമനായിരിക്കും. ഹല്ലേലൂയ. നിനക്ക് മിണ്ടാൻ പറ്റത്തില്ല. കർത്താവ് തരുന്ന കാരണമുണ്ടല്ലോ ഈ ചില സാഹചര്യങ്ങളിൽ മിണ്ടാതിരിക്കണം. വീട്ടിൽ ചെന്നാൽ എന്തെങ്കിലും നെഗറ്റീവൊക്കെ പറയുമെന്നേ. നമ്മുടെ വാഗൊണ്ട് നെഗറ്റീവ് പറയല്ലേ. ഹല്ലേലൂയ. ഇത് സംഭവിക്കുമോ, ഇത് പറ്റുമോ? അങ്ങനല്ല കുഞ്ഞെ. സാഹചര്യം ഒക്കെ പ്രതികൂലമായിക്കോട്ടെ. ഓ ഹല്ലേലൂയ. അതേ മക്കളെ, ഞാനിങ്ങനെ അറിയാതെ അങ്ങ് ആത്മാവി പാടുന്ന വ്യക്തിയാ. ചുറ്റും കാർമേഘമാ, കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യ ശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യ ശോഭ കാണും. ചുറ്റും കാർമേഘ പടലമാ. ഹല്ലേലൂയ. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു മിന്നുന്ന സൂര്യശോഭ പോലെ നിരാശപ്പെട്ടിരിക്കുന്ന സഹോദരി, ഭാരപ്പെട്ടിരിക്കുന്ന സഹോദരി, ഭാരങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് എലിസബത്തെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ശബ്ദത്തിൽ ഒരു അഭിഷേകം വ്യാപരിക്കുക കേട്ടോ. ഹല്ലേലൂയ. മറിയയുടെ അത് കുറച്ച് നാൾ എലിസബത്ത് ഒളിച്ചു പാർത്തു. ഹല്ലേലൂയ. കാരണം ഞാൻ പറഞ്ഞ അമ്മച്ചിയെ പോലെയുള്ള ചിലരോട് മിണ്ടാതിരിക്കുന്ന പ്രിയമുള്ളവരെ നല്ലത് കേട്ടോ. കാരണം മിണ്ടിയാൽ നിന്റെ ആ ഉള്ള കൃപയും കൂടെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. ഒരമ്മച്ചിയായില്ലേ, ഇടയ്ക്ക് ഇച്ചിരി വെള്ളെഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ണാടി ഒന്ന് വെക്കുക. പക്ഷേ ഈ കണ്ണാടി ഇങ്ങനെ മൂക്കെ വെക്കുന്ന ഒത്തിരി നേരം വെക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടുക. ഹല്ലേലൂയ. ഞാൻ ഇവിടെ എലിസബത്തിന്റെ ഗ്രീറ്റിംഗ്. ഹല്ലേലൂയ. അത് കേൾക്കുമ്പോൾ തന്നെ മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവരുടെ ഗർഭത്തിൽ തുള്ളി. ഹല്ലേലൂയ. രണ്ട് സഹോദരിമാര് തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഞാനതാ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഈ ചർച്ചിലുള്ള സഹോദരിമാര് തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഹല്ലേലൂയ, മറിയ എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടിയതുപോലെ. ഹല്ലേലൂയ. കാരണം അന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ കല്യാണമൊക്കെ ഉറച്ചിരിക്കുന്ന സമയത്ത് ദൂതം വന്നിട്ട് നമ്മളോട് പറയുക, ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു അപമാനം. കർത്താവേ, ഞാൻ ചിന്തിച്ചു, കർത്താവേ, ദൂതൻ എന്നോട് വന്ന് പറയുക. നമ്മൾ ചിന്തിക്കും നാട്ടുകാരെന്നെ പറ്റി എന്നെ പറയും, സഭക്കാരെന്നെ പറ്റി എന്നാ പറയും, വീട്ടുകാരെന്നെ പറ്റി എന്നാ പറയും. ഹല്ലേലൂയ. ഞാൻ പറയും, ദൂതാ, വേറെ ആരോടേലും ഇതൊന്ന് പറയാവോ? ഹല്ലേലൂയ. എന്നാൽ ആ മറിയ ഉണ്ടല്ലോ, ഹല്ലേലൂയ, ആ ഉദരത്തിൽ കർത്താവിനെ ചുമക്കുവാൻ അവൾ ആ ഭർത്താവ് ഉപേക്ഷിക്കുമെന്ന് നമുക്കറിയാം പ്രിയമുള്ളവരെ. എന്നിട്ടും അവള് പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. സഹോദരിമാരെ, ഒന്ന് ആത്മാവിലൊന്ന് പറഞ്ഞേ, ഞാനിതാ കർത്താവിന്റെ ദാസി, ഞാനിതാ നമ്മൾ ഒരുമിച്ചാ ശുശ്രൂഷിക്കുന്നത്. ഒരുമിച്ച് വിടുതൽ ഏറ്റെടുക്കുക പ്രിയമുള്ളവരെ, ഒരുമിച്ച് വിടുതൽ ഏറ്റെടുക്കുക. ആ മറിയ നിന്ന വലിയൊരു നിന്ന സഹിക്കാൻ തയ്യാറായോണ്ടാ നമ്മൾ ഇന്ന് സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി മാറിയത്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചില നിന്ദകൾ സഹിക്കണം കേട്ടോ, ചില അപമാനങ്ങൾ സഹിക്കണം. മറിയ ഒരു ചോദ്യം ചോദിക്കുക, ഇതെങ്ങനെ സംഭവിക്കുന്നേ? ആ മറിയയ്ക്ക് എന്നാൽ സെക്രിയാവ് മിണ്ടാതായി അല്ലേ? ഈ മറിയ മിണ്ടാതായില്ലല്ലോ. മറിയ ചോദിക്കുക, ഇതെങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ. ദൈവം പറയുക, ഹല്ലേലൂയ, 1:35 വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസ് 1:35 വാക്യം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും.
ഹല്ലേലൂയ. സഹോദരി, നിന്റെ കഴിവിനാലല്ല, നിന്റെ ശക്തിയാലല്ല പ്രിയമുള്ളവരെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള വ്യക്തിയാ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിങ്ങനെ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ആരേലും ഒന്ന് വാച്ച് ചെയ്യുന്നെന്ന് തോന്നിയാൽ, ഹല്ലേലൂയ, ആരെങ്കിലും ഒന്ന് വാച്ച് ചെയ്യുന്നെന്ന് തോന്നിയാൽ വിറയ്ക്കുന്ന പോലെ വരുന്ന വ്യക്തിയാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നിന്റെ കഴിവിനാലല്ല. ഹല്ലേലൂയ. ആദ്യമായിട്ട് ഒരിടത്ത് പ്രസംഗിക്കാൻ പോയതാ കേട്ടോ. യഹോവ എൻ്റെ ഇടയനാകുന്നു. കുഞ്ഞിലെയാ എന്നെ വിറയ്ക്കാൻ തുടങ്ങി പ്രിയമുള്ളവരെ. യഹോവ എൻ്റെ ഇടയനാകുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സൺഡേ സ്കൂളിൻ്റെ കോമ്പറ്റീഷനിൽ അവിടെ നിന്ന് കരഞ്ഞു. ഹല്ലേലൂയ. അവിടെ ഒരു ജഡ്ജസ് പറഞ്ഞു, മോളെ നീ ഭാവിയിലുണ്ടല്ലോ കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരാളായിട്ട് മാറും. ഹല്ലേലൂയ. കുഞ്ഞെ, നിന്റെ കഴിവിനാലല്ല, നിന്റെ ശക്തിയാലല്ല, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിട്ടാലുണ്ടല്ലോ, നീ ആളു മാറിയവളെ പോലെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമെന്ന് ആത്മാവിൽ പറയുന്നേ. ഒന്ന് ഏറ്റെടുക്കാമോ? 1% പോലും നിന്റെ കഴിവും കൊണ്ടല്ല, 1% പോലും നിന്റെ ശക്തി കൊണ്ടല്ല, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വന്നാലുണ്ടല്ലോ സഹോദരിമാരെ, ഈ അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേലൊന്ന് നിഴലിടണമെങ്കിൽ, ആ പവർ നമ്മുടെ മേലൊന്ന് വ്യാപരിക്കണമെങ്കിലുണ്ടല്ലോ, അത്യുന്നതന്റെ മറവിലൊന്ന് വസിക്കണം. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? ഹല്ലേലൂയ. എൻ്റെ സഹോദരിമാരെന്നോട് പിണങ്ങുവോ? ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ യേശുപ്പച്ചൻ ചോദിക്കും. ഹല്ലേലൂയ. ഗ്ലോറി മോളെ, മസ്കറ്റി വരെ പോയതല്ലേ, മരിച്ചൊരു ജീവിതം കിട്ടിയതല്ലേ, നിന്റെ ആത്മാവിൽ ഈ അരുളപ്പാട് 24 മണിക്കൂർ നെഞ്ചലോട്ടൊന്ന് കൈവച്ചേ സഹോദരിമാരെ. ഞാനിത് ചിരിച്ചോണ്ട് പറയുന്നത് എന്നോട് ആരും പിണങ്ങാതിരിക്കാനാ കേട്ടോ. ഞാൻ 29-ാം തീയതി ഇവിടെ നിന്ന് കടന്നു പോകും. ഹല്ലേലൂയ. എന്നാൽ അതിനു മുന്നേ ഹല്ലേലൂയ ഈ അപ്പം പറഞ്ഞ കാര്യമൊക്കെ പറയണ്ടേ, കർത്താവിൻ്റെ അരുളപ്പാട് പറയണ്ടേ. 24 മണിക്കൂർ കർത്താവ് നമുക്ക് തന്നിട്ടുള്ളതിൽ എത്ര സമയം നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്? 2.5 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ അത്യാവശ്യം പ്രാർത്ഥിച്ചെന്ന് പറയാം പ്രിയമുള്ളവരെ. ഒരു ഭക്തൻ ഒരിക്കൽ പറയുകയാ, ഞാൻ വലിയ തിരക്കുള്ള വ്യക്തിയായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ 4 മണിക്കൂറുകൾ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി കൊടുക്കുകയാണ്. സഹോദരിമാരെ, ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പകൽക്കാലമായിട്ട് മാറട്ടെ. നീയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തി ഒന്ന് വർദ്ധിക്കട്ടെ. വചനം ധ്യാനിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല പ്രിയമുള്ളവരെ. ഒരു സഹോദരി എന്നോട് പറയുക, ഗ്ലോറി ആൻറ്റി, എനിക്കിങ്ങനെ പ്രാർത്ഥിക്കണമെന്നുണ്ട്, വചനം ധ്യാനിക്കണമെന്നുണ്ട്, പക്ഷെ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ പോവാ, തോണ്ടി ഫേസ്ബുക്കിൽ ഈ ചൂണ്ടുവിരലൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോവാ. പ്രിയമുള്ളവരെ, കുഞ്ഞേ, നിങ്ങൾ ആത്മീയത്തിൽ അനുഗ്രഹിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എൻ്റെ സഹോദരിമാരെല്ലാം എന്നേക്കാൾ ശക്തമായി കർത്താവിനെ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പിതാവ്, എൻ്റെ 2 സഹോദരന്മാർ എൻ്റെ ഭവനത്തിൽ, അപ്പാ, എന്നെ എൻ്റെ അപ്പൻ തിരഞ്ഞെടുത്തേ ഈ കർത്താവിനെ പ്രസംഗിക്കാൻ. എൻ്റെ പപ്പ ഒരു പാസ്റ്റർ ആയതുകൊണ്ട് എൻ്റെ 2 സഹോദരന്മാർ പറയും, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്ത് വേണേലും കൊടുക്കാം, വയ്യ ഈ പഴിയും ദുഷിയും നിന്നെയൊക്കെ സഹിക്കാൻ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തല്ലോ. ഹല്ലേലൂയ. കുഞ്ഞേ, നീ കർത്താവിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കുറ്റപ്പെടുത്തുവല്ല കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ സഹോദരിമാരെ, എൻ്റെ കർത്താവ് പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു വേദി കിട്ടിയാൽ ഒന്നുകിൽ ഇവിടെ ഇരിക്കുന്ന ആരുടെ നിത്യത നഷ്ടമാകല്ലേ പ്രിയമുള്ളവരെ. എനിക്കത് നിർബന്ധമാ. ഞാനൊരു വേദിയിൽ നിന്നാൽ അവരെ എല്ലാം എനിക്ക് സ്വർഗത്തിൽ കാണണം പ്രിയമുള്ളവരെ. അവരെ അമേരിക്ക കണ്ടില്ലെങ്കിൽ എനിക്ക് വിഷമമില്ല, ന്യൂസിലൻഡിൽ കണ്ടില്ലെങ്കിൽ എനിക്ക് വിഷമമില്ല. ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോട് മധ്യാകാശത്തിൽ വരുമ്പോൾ എനിക്കിവിടെ ഇരിക്കുന്ന എല്ലാവരെയും കാണണം. അതെന്റെ ഒരു ആഗ്രഹമാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇവിടെ കയറി വരുവീരെന്നുള്ള ദൈവ ശബ്ദത്തിന് മുന്നിൽ കുഞ്ഞെ, എനിക്ക് നിനക്കും ഒന്ന് പൊങ്ങുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ പോലെ നിന്നെ പോലെ ഒരു ഹതഭാഗ്യനില്ല. ആത്മാവിൽ പറയട്ടെ, ഈ മീഡിയ ഉണ്ടല്ലോ, ഈ ഫോൺ ഉണ്ടല്ലോ, ഹല്ലേലൂയ,
നമ്മുടെ നിത്യതയെ തടസ്സം ചെയ്യും. ഹല്ലേലൂയ. ഞാനിത് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നത്, സഹോദരിമാരെ, നമ്മുടെ നിത്യതയെ തടയുന്ന ഒരു പാപസുഖങ്ങളും ഒരു ലോക സുഖങ്ങളും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്രൂസിന്റെ ചുവട്ടിലേക്ക് നീ ഒന്ന് കടന്നു വരുമോ? സഹോദരി, നിന്നെ കർത്താവിന് വേണം. ഹല്ലേലൂയ. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, മോളെ, ഇത് ഞാൻ നിനക്ക് കൈമാറുക. ഹല്ലേലൂയ. ഓരോ ഭക്തന്മാർ ഇവിടെ നിന്ന് മൺമറഞ്ഞു. നമുക്കറിയാം, ഭക്തനായ കാനോച്ചൻ, അവരൊക്കെ പോയില്ലേ? സുവിശേഷ സത്യത്തിന് വേണ്ടി നിന്ന ധീര യോദ്ധാക്കളൊക്കെ മൺമറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അതിന് പകരക്കാരായി നിൽക്കുവാൻ കർത്താവ് കുറച്ച് പരമാർത്ഥികളെ അന്വേഷിക്കുവാ കുഞ്ഞേ. എന്നെയും നിന്നെയും ദൈവം ചില ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദേശത്തിന് വേണ്ടി കരയേണ്ട ചുമതല നിന്റെ ആകുഞ്ഞേ. ഹല്ലേലൂയ. എസ്തേറേ, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, ഹല്ലേലൂയ, യഹൂദന് മറ്റൊരു സ്ഥാനത്തൊന്ന് പുനരുത്ഥാനവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നിന്റെ പ്രതിഫലം ആ നഷ്ടം ഇല്ലാതായി പോകുന്നേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയണം കേട്ടോ. ഹല്ലേലൂയ. ഞാൻ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുകയാ. ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോകുക. സഹോദരിമാരെ, മേബിൾ സിസ്റ്ററോട് ഞാൻ പറയുക, ഹല്ലേലൂയ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരയേണ്ട സമയമാണ്. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗ്ലോറി സിസ്റ്ററെ, സൗദിയിലായിരുന്നപ്പോൾ നല്ല രീതിയിൽ ജീവിച്ച ഒരു കുഞ്ഞാ, ബാംഗ്ലൂരിൻ്റെ പട്ടണത്തിൽ ചെന്നപ്പോൾ അവരുടെ മദ്യപാനം ഒക്കെ തുടങ്ങി. ഹല്ലേലൂയ. അമേരിക്കയിൽ നിന്നൊരു സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, 25 വയസ്സുള്ള എൻ്റെ മോന് ശനീസ് അവധി ദിവസങ്ങളിൽ മദ്യപാനത്തിൻ്റെ ലഹരിയുടെ അടിമത്തിൽ കിടക്കുക. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വിരുദിനെ തെറ്റിക്കുന്ന, ഹല്ലേലൂയ, ഒരു അന്ധകാര ശക്തിയുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ നിത്യത ന്യൂസിലൻഡിൽ പോകുന്ന പിശാച് അവന് കുഴപ്പമില്ല. ഹല്ലേലൂയ. നീ UK പോയാൽ കുഴപ്പമില്ല കുഞ്ഞെ, എന്നാൽ നീ നിന്റെ തലമുറയിൽ നിത്യതയിൽ കാണണമേ. അതാ ഏറ്റവും വലിയ ഭാഗ്യം കുഞ്ഞെ. ഇവിടെ കുറച്ച് കഷ്ടതയുണ്ടെങ്കിലും, ഇവിടെ കുറച്ച് വേദനയുണ്ടെങ്കിലും, ഇവിടെ കുറച്ച് നിന്ദയുണ്ടെങ്കിലും, ഇന്ന് ഞാൻ ഈ വേദിയിൽ വീണ് മരിച്ചാൽ, എൻ്റെ പ്രാണപ്രിയൻ മധ്യാകാശത്തിൽ വന്നാൽ എനിക്ക് അവനോടൊപ്പമായിരിക്കണം. സഹോദരിമാരെ, ഒരു വെള്ള ഉടുപ്പിട്ടത് കൊണ്ട് ഞാൻ നിങ്ങളിൽ ശ്രേഷ്ഠയാകുന്നില്ല കേട്ടോ. ഒരു വെള്ള ചുരിദാറിട്ടത് കൊണ്ട് ഞാൻ നിങ്ങളിൽ ശ്രേഷ്ഠയാകുന്നില്ല. നിർമ്മലമായ ഒരു ഹൃദയം, ഒരു ശിശുവിനെ പോലെ ഒരു പരമാർത്ഥ ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് സ്വർഗത്തിൽ പോകുവാൻ കഴിയുകയുള്ളൂ. ആരോടെങ്കിലും പകയോ പിണക്കമോ ഹൃദയത്തിലുണ്ടോ? ഒന്ന് പ്രാർത്ഥിച്ച്. ചില മുറിവുകൾ, ചില മാനസിക മുറിവുകൾ വാക്കുകളാൽ നീ മുറിഞ്ഞ് അതൊരു ഭാരമായി, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും, ഇതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തെ ചിലരൊക്കെ നമ്മളെ ഹർട്ട് ചെയ്യും പ്രിയമുള്ളവരെ. ചിലരൊക്കെ നമ്മളെ മാനസികമായി മുറിവേൽപ്പിക്കും. എന്നാൽ നീ അത് ഇഗ്നോർ ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക. കുഞ്ഞെ, നീ ആ വാക്കെ കയറി പിടിച്ച് അത് ചിന്തിച്ചോണ്ടിരുന്നാലുണ്ടല്ലോ, നിനക്ക് വിശ്വാസ ജീവിതത്തിൽ മുന്നേറാൻ പറ്റത്തില്ലെന്ന്. അതൊക്കെ നീ കേട്ട ഭാവം നടിക്കരുത് കേട്ടോ. ഓട്ടക്കളത്തിലാ നമ്മളിങ്ങനെ ഓടാൻ നിൽക്കുന്നേ. ഹല്ലേലൂയ. നമുക്കറിയാം, PT ഉഷയൊക്കെ ഓടുമ്പോൾ ചാക്ക് കെട്ട് പുറത്ത് വെച്ചോണ്ടല്ല ഓടുന്നേ. ഹല്ലേലൂയ. ഒരു സിമ്പിളായ വസ്ത്രം ഇട്ടുകൊണ്ടാ അവർ ഓടുന്നേ. അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് മറിയാമ്മ ചേട്ടത്തെയും ചാക്കോ ചേട്ടനും ഒക്കെ ഓടാൻ നിൽക്കുക കേട്ടോ. ഹല്ലേലൂയ. ചാക്കോ ചേട്ടൻ ഓടിയത് ശരിയായില്ല, മറിയാമ്മ ചേട്ടത്തിക്ക് വേണമെങ്കിൽ ഇച്ചിരി സ്പീഡ് കൂട്ടി ഓടാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ ഓടുന്നത് നോക്കി ഇന്ന് കുറ്റം പറഞ്ഞാൽ നിനക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റത്തില്ല കുഞ്ഞേ. ക്രൂശിൽ കർത്താവ് അപമാനം സഹിക്കുകയല്ലായിരുന്നു, അപമാനം അലക്ഷ്യമാക്കുകയായിരുന്നു. ഈ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്ദകളുണ്ട് പ്രിയമുള്ളവരെ, പഴികളുണ്ട്, ദുഷികളുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം ഈ യേശുവിനെ പ്രസംഗിച്ചപ്പോൾ ഒരു മദ്യപാനി, അന്ന് കുറച്ച് പോലീസ് വന്നു. അത് ആരോ കംപ്ലൈൻറ്റ് കൊടുത്തായിരിക്കാം, പക്ഷെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. എന്നെ പിടിച്ചോണ്ട് ഒന്നും പോലും ക്വസ്റ്റ്യൻ പോലും ചെയ്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഒരു കള്ളുകുടിയൻ അന്നേരം അവിടെ നിന്ന് ആടിയിട്ട് പറയുക, ഗ്ലോറി ആൻറ്റി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, മദ്യത്തിൻ്റെ ലഹരിയില്ല, കർത്താവിനെ അല്ലേ പ്രസംഗിച്ച്, ഒരു കുഴപ്പമില്ല.
ഹല്ലേലൂയ. ഞങ്ങളുണ്ട് കേട്ടോ, പോലീസ് ഒന്നും ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഓർത്ത് കർത്താവ് ഒരു മദ്യപാനിക്കാണേലും അത്രേ അവന് ബോധ്യം വന്നല്ലോ. ഹല്ലേലൂയ. താൻ 4 കാലയിലാണ് നിൽക്കുന്നെങ്കിലും അവൻ പറയുവാ, നാളെയും വരണേ ഗ്ലോറി ആൻറ്റി, എനിക്കിച്ചിരി സമാധാനമുണ്ട്. ഹല്ലേലൂയ. ഈ സുവിശേഷം ഉണ്ടല്ലോ, ഇത് തകർന്ന് തരിപ്പണമായി പോയ മനുഷ്യനെ പുത്തനാക്കി വാർത്തെടുത്ത് ദൈവത്തിന്റെ മാനപാത്രമാക്കുവാൻ ശക്തിയുള്ളത് അത്രേ കൃപയുടെ സുവിശേഷം. ഈ സുവിശേഷവുമായി നിൽക്കാൻ സഹോദരിമാരെ നമ്മളൊന്ന് തയ്യാറായിക്കേ. ഒരു കുഞ്ഞ് സൂയിസൈഡ് ചെയ്യാൻ ടെറസിൻ്റെ മുകളിൽ കയറി നിൽക്കുക പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഒരു സഹോദരി എന്നോട് വിളിച്ചു പറഞ്ഞു, ഗ്ലോറി ആൻറ്റി ഒന്ന് വരാൻ പറ്റുമോ? ഒരു ഹൈദരാബാദിയാ. അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവൾ റൂമിൽ ഇങ്ങനെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിരിക്കുക. അവളുടെ ഹസ്ബൻഡ് അവിടെ നാട്ടിൽ ആത്മഹത്യ ചെയ്തു, അവൾ ഇവിടെ ആത്മഹത്യ ചെയ്യാനിരിക്കുക പ്രിയമുള്ളവരെ. അവൾ അങ്ങ് അബ്നോർമലായി പോയി, കുളിക്കുന്നില്ല. അവിടെ റൂംമേറ്റ് എല്ലാം അവളെ വിട്ടുമാറി. ഹല്ലേലൂയ. എന്നാൽ ഇവളെ രക്ഷിക്കുവാൻ ഒരു യേശു ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആ റൂമിൽ ചെന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. അവളുടെ നിരാശ, ഡിപ്രഷൻ ദൈവം മാറ്റി പ്രിയമുള്ളവരെ. അവൾ യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ചു. ഹല്ലേലൂയ. അവൾ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചു. അവളുടെ രൂപം മാറി, അവളുടെ ഭാവം മാറി. കുഞ്ഞേ, പിശാച് നിന്നെ നിരാശപ്പെടുത്തി ഇപ്പം മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് നിരാശ കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ വാക്കുകൾ നിനക്ക് പ്രത്യാശ പകരുന്നതാ. ഇനി ഞാൻ ഒരു സഹോദരി എടുക്കട്ടെ. രൂത്ത് എടുത്ത തീരുമാനം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. രൂത്ത് പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് പറയുകയാ. ഹല്ലേലൂയ. നിന്റെ ദൈവം എൻ്റെ ദൈവം എന്നൊക്കെ പറയുന്ന ഒരു വചനമുണ്ടല്ലോ. രൂത്ത് 1:15 ഒന്ന് വായിക്കണമേ പെട്ടെന്ന്. ഹല്ലേലൂയ. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവന്റെ അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഹല്ലേലൂയ. അതാ നിന്റെ ദൈവം എൻ്റെ ദൈവം. വിധവയാ, 3 വിധവന്മാർ ഒരു സ്ഥലത്ത് ജംഗ്ഷനിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് യാത്ര പിരിയുക പ്രിയമുള്ളവരെ. മാനുഷികമായി ചിന്തിക്കുമ്പോൾ മനുഷ്യർ പറയും, ഇതൊരു ശാപം കിട്ടിയ ഭവനമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ മനുഷ്യൻ പറയും പ്രിയമുള്ളവരെ. എന്നാൽ അപ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് രൂത്തിനൊരു കാര്യം പറയുവാൻ കഴിയും. ഹല്ലേലൂയ. അവളുടെ കല്യാണം നടക്കുവാനല്ല. ഹല്ലേലൂയ. വയസ്സാങ്കാലത്ത് ഈ അമ്മച്ചിയുടെ കൂടെ കൂടിയാൽ ഈ അമ്മച്ചി ഒരു ഭാരമാകുമോ എന്ന് അവൾ ഓർത്തില്ല പ്രിയമുള്ളവരെ. അപ്രതികൂലത്തിൽ നിന്നുകൊണ്ട് രൂത്ത് പറയുക, എൻ്റെ അമ്മച്ചി സേവിക്കുന്നത് ഒരു സത്യദൈവത്തെയാ. നിന്റെ ദൈവം എൻ്റെ ദൈവം. കുഞ്ഞേ, അനേകരത് പറയട്ടെ. മേബിൾ സിസ്റ്ററുടെ ദൈവം, ഷൈനി സിസ്റ്ററുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പറയട്ടെ, ഗ്ലോറിയുടെ ദൈവം എൻ്റെ ദൈവമാണെന്ന്. ഹല്ലേലൂയ. കുഞ്ഞെ, പ്രതികൂലത്തിൽ തളർന്നു പോകുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. പ്രതികൂലമാ. ഹല്ലേലൂയ. കുഞ്ഞെ, പ്രതികൂലത്തിലെ കർത്താവിൻ്റെ മുഖം നിനക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു വന്ന പ്രതികൂലമാ പ്രിയമുള്ളവരെ. എൻ്റെ കർത്താവിനോട് എന്നെ ഏറ്റവും അടുപ്പിച്ചത്. ഹല്ലേലൂയ. ചില സമയത്ത് പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പോഴാ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. ദൈവമക്കളെ, സൗദി അറേബ്യയിൽ വെച്ചുണ്ടല്ലോ എൻ്റെ മോള്, എൻ്റെ അബീഗയിൽ മോള് പെട്ടെന്ന് അവളുടെ ശ്വാസം നിന്നുപോയി പ്രിയമുള്ളവരെ. അവളൊരു ബ്ലൂ കളറായി. അവൾ ഇങ്ങനെ വടി പോലെ നിൽക്കുക, ശ്വാസം കിട്ടാതെ. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല പ്രിയമുള്ളവരെ. അപ്പുറം ഞാൻ, എൻ്റെ കുഞ്ഞു ഷാരമോള് കരഞ്ഞു, സഹിച്ചാൻ കരഞ്ഞു, എല്ലാവരും കരഞ്ഞു. അല്ലെങ്കിൽ ആ വില്ലയിലുള്ള ആൾക്കാർ, ഫ്ലാറ്റിലുള്ളവരെല്ലാവരും ഓടിക്കൂടി പ്രിയമുള്ളവരെ. ഞാനവിടെ മുട്ടുകുത്തി, അപ്പായേ ഒരു കുഞ്ഞിൻ്റെ മരണം കണ്ടതാ അപ്പാ, ഇനി ഒന്നിൻ്റെയും കൂടെ കാണാനുള്ള ശക്തിയില്ല കർത്താവേ, എൻ്റെ കുഞ്ഞിന്റെ ജീവനെ മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴുണ്ടല്ലോ എൻ്റെ കുഞ്ഞിന്റെ ബുദ്ധിമുട്ട് ദൈവം മാറ്റി പ്രിയമുള്ളവരെ. സഹോദരി, നീ ചില വിഷയങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ കർത്താവിന് വേണ്ടി ഒന്ന്, ഇന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞ സാക്ഷ്യം അതല്ലേ സഹോദരിമാരെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ സഹോദരിമാര് കരം കോർക്കുമ്പോൾ ആത്മാവിൽ പറയുക, ചില നിയമങ്ങളെ ദൈവം മാറ്റി എഴുതാൻ പോകുക. എത്ര പേര് ഇത് വിശ്വസിക്കും പ്രിയമുള്ളവരെ?
ചില നിയമങ്ങളെ സഭയ്ക്ക് വേണ്ടി എന്റെ ദൈവം മാറ്റി എഴുതാൻ പോകുക. എസ്തേറിന്റെ പ്രാർത്ഥനയെങ്കില് ഹല്ലേലൂയ, ഒരു വലിയ ആത്മസാന്നിധ്യം എന്റെ മേൽ വന്നിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല പ്രിയമുള്ളവരെ. എസ്തേറിന്റെ പ്രാർത്ഥനയെങ്കില് രാജാവിന്റെ നിയമത്തെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ചില നിയമങ്ങളെ നിനക്ക് വേണ്ടി ദൈവം മാറ്റുമെന്ന്, സഭയ്ക്ക് വേണ്ടി മാറ്റുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? സഹോദരിമാരെ, എസ്തേർ പറഞ്ഞു, ഞാനും എന്റെ ബാല്യക്കാർത്തികൾ ഉപവസിക്കും. ഹല്ലേലൂയ. പ്രാകാരത്തിൽ നിൽക്കുന്ന എസ്തേറിനെ കണ്ടപ്പോൾ രാജാവിന് കൃപ തോന്നി. കുഞ്ഞേ, അധികാരികളുടെയും രാജാക്കന്മാരുടെയും മനസ്സ് യഹോവയുടെ മുമ്പാകെ നീർത്തോട് കണക്കെ ഇരിക്കുന്നുവെങ്കിൽ കുഞ്ഞെ, നീ ഒരു ആവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് നിന്നോട് കൃപ തോന്നുമെന്നാ പറഞ്ഞേ. അവരവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, ആ അധികാരിയുടെ സ്ഥാനത്ത് എൻ്റെ കർത്താവ് അവിടെ ഇരിക്കുമെന്ന് നിനക്ക് വേണ്ടി സംസാരിപ്പാന് ചില രേഖകൾ ഹല്ലേലൂയ ദാനിയേലിന് വിരോധമായി ചില രേഖകൾ എഴുതി വെച്ചു. പ്രിയമുള്ളവരെ, മുട്ടുകുത്തുവാൻ തയ്യാറായി. ഹല്ലേലൂയ. എൻ്റെ സഹോദരിമാരെ, ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. എൻ്റെ സഹോദരിമാർക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാ താഴ്മ. ഹല്ലേലൂയ. അബീഗയിൽ അതിനൊരു എക്സാമ്പിളാ. മറിയ അതിനൊരു എക്സാമ്പിളാ കേട്ടോ. ഹല്ലേലൂയ. മറിയ എൻ്റെ കർത്താവിൻ്റെ മാതാവ്, എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളം എൻ്റെ കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല പ്രിയമുള്ളവരെ, പ്രശംസിക്കാൻ ഒന്നുമില്ല. അബീഗയിലിന്റെ ജീവിതത്തിൽ ഒരു ദാവീദ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വന്നപ്പോഴുണ്ടല്ലോ, അവള് നിലം വരെ കുനിഞ്ഞു. എൻ്റെ സഹോദരിമാരെ, നമ്മുടെ സഭയിൽ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ നമുക്ക് താഴാം സഹോദരിമാരെ. എൻ്റെ കർത്താവിൽ കാണുന്ന ഭാവം അതാ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം താഴ്മയുള്ളവരായിരിക്കാം സഹോദരിമാരെ. താഴ്മ കൊണ്ട് നമുക്ക് നേടാൻ പറ്റാത്ത ഒന്നുമില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഒരു സഹോദരി പറഞ്ഞു, എൻ്റെ അച്ചാൻ്റെ ദേഹത്ത് ഒരു ഭൂതമുണ്ട്, അതുകൊണ്ട് അച്ചാൻ വരുന്നവരെ ഞാനങ്ങ് ശാസിക്കും. വേണ്ട സഹോദരി, നീ ശാസിക്കാൻ ഒന്നും പോകണ്ട. അച്ചാൻ നല്ല കൂർക്കം വലിച്ചെന്ന് ഉറപ്പായാലുണ്ടല്ലോ, 2 തുള്ളി കണ്ണുനീര് ഹല്ലേലൂയ നിന്റെ അച്ചാൻ്റെ ദേഹത്ത് വീണാ മതി. ഹല്ലേലൂയ. കർത്താവ് ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തും പ്രിയമുള്ളവരെ. നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുന്ന സുവിശേഷമാ ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അബീഗയിലിന്റെ വിവേകം. ഹല്ലേലൂയ. കുഞ്ഞെ, നീ എന്ത് വിതയ്ക്കുന്നോ അത് നീ കൊയ്യുവാനിടയായി തീരും. നീ സമാധാനം വിതച്ചാൽ സമാധാനം കൊയ്യും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ കുറച്ച് സഹോദരിമാരുടെ ക്വാളിറ്റീസ് പറഞ്ഞല്ലോ. കർത്താവ് സഹോദരിമാർക്ക് കൊടുത്ത പ്രാധാന്യം പറഞ്ഞല്ലോ. ഹല്ലേലൂയ. എലിസബത്തിനെ പോലെ, കർത്താവിന്റെ മാതാവ് മറിയെ പോലെ തൻ്റെ ഹിതത്തിനായിട്ടൊന്ന് സമർപ്പിച്ച്, ഹല്ലേലൂയ, രൂത്തിനെ പോലെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിന്ന് പറയണം, കർത്താവിനെ വിട്ട് ഇനിയും എനിക്കൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഇനി ഞാൻ യോഗത്തിനില്ല. നല്ല പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച പലതും കിട്ടിയിട്ടില്ല. പക്ഷെ ഈ ദൈവത്തെ വിട്ട്, എൻ്റെ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല എന്ന് നീ പറയുവാൻ തയ്യാറാകുമ്പോൾ, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന അങ്ങ് ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയെങ്കിലും ഇല്ലെങ്കിലും അങ്ങ് നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ലെന്ന് പറയുവാൻ തയ്യാറായ ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഹല്ലേലൂയ സഹോദരിമാരെ, എന്നിലൂടെയും നിന്നിലൂടെയും ദൈവം അത്ഭുതം ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് ഇവിടെ ഈ സഹോദരി ചില ധീര യോദ്ധാക്കളെ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അബീഗയിലിനെ പോലെ വിവേകം. ഒരു നല്ല കുടുംബം പണിയണമെങ്കിൽ ഞാനൊരു 26 വർഷം കുടുംബജീവിതം നയിച്ചിട്ട് പറയുക, ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എൻ്റെ പപ്പ ഇങ്ങനെ ഒത്തിരി കല്യാണമൊക്കെ നടത്തി കൊടുത്തിട്ടുള്ളതാ. അന്നേരം പറഞ്ഞു, സഹോദര എന്തിനാ അടിച്ചേ? അന്നേരം പറയാം, അവളുടെ പറച്ചിൽ കേട്ടാൽ പോളിയോ വന്ന് തളർന്നു കിടക്കുന്നവരാണേൽ ചാടി അടിക്കും. പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ ഇടയാകാതിരിക്കട്ടെ സഹോദരിമാരെ. നമ്മുടെ അച്ചാന്മാരെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. അച്ചാൻ കലിതുള്ളി വരുമ്പോൾ എത്രയ സഹോദരിമാർക്ക് പാടുവാൻ കഴിയും?
കോപിപ്പാനല്ല ക്ഷമിപ്പാനുള്ള ശക്തി എനിക്ക് നൽകണമേ. ഹല്ലേലൂയ. സഹോദരിമാരെ, സ്നേഹം കൊണ്ട്, സൗമ്യത കൊണ്ട്, താഴ്മ കൊണ്ട് കീഴടക്കാൻ പറ്റാത്ത ഒന്നുമില്ല പ്രിയമുള്ളവരെ. നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താൽ മതി, നമ്മളൊന്ന് ക്ഷമിക്കുവാൻ തയ്യാറായാൽ മതി, നമ്മളൊന്ന് സഹിക്കുവാൻ തയ്യാറായി മതി. ഹല്ലേലൂയ. ഒരിക്കലും ഒരു കുഞ്ഞു പറഞ്ഞു, ഞാൻ പറഞ്ഞു, മക്കളെ ഡിവോഴ്സ് ആകല്ലേ. ഞാൻ ഡിവോഴ്സ് ആയി, ഗ്ലോറി ആൻറ്റിക്ക് എന്നാ കുഴപ്പം? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, മക്കളെ ഉഭയസമ്മതം ചെയ്തതല്ലേ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അന്നേരം അത് ഗ്ലോറി ആൻറ്റിക്ക് നല്ല ഒരു അച്ചാനെ കിട്ടിയിട്ടാ ഇങ്ങനെ പറയുന്നത്, നല്ലേ കാണായിരുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, മക്കളെ ഇനിയും ഞാൻ പറയത്തില്ല കേട്ടോ, ഇനിയും ഗ്ലോറി ആൻറ്റി പറയത്തില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ സഹിപ്പാനും വഹിപ്പാനും ക്ഷമിപ്പാനും തയ്യാറാണെങ്കിൽ ചിലതിനെ നമുക്ക് പണിതെടുക്കണം. ചിലതിനെ നമുക്ക് നഷ്ടപ്പെടുത്തി വേർതിരിച്ച് കാണുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ചിലതിനെ പണിതെടുക്കാനാ. ഒരു കുടുംബം പൊളിച്ചു കളയുവാൻ എളുപ്പമാ പ്രിയമുള്ളവരെ. എന്നാൽ സഹിപ്പാൻ തയ്യാറായാൽ, വഹിപ്പാൻ തയ്യാറായാൽ, ക്ഷമിപ്പാൻ തയ്യാറായാലുണ്ടല്ലോ, ആ കുടുംബത്തെ നമുക്ക് പണിതെടുക്കാൻ പറ്റും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ചില കുടുംബങ്ങളോ ബന്ധങ്ങളൊക്കെ തകരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. കാരണം ശത്രു ഭയങ്കര തന്ത്രശാലിയാ കേട്ടോ. നമ്മുടെ കുടുംബ ജീവിതത്തിലെ സമാധാനത്തെ തകർക്കുവാൻ അവൻ നോക്കുന്ന പ്രിയമുള്ളവരെ. അത് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ആത്മാവിലൊന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഒരു കുടുംബ ജീവിതത്തിലെ ഒരു ദിവസത്തെ സ്വസ്ഥത പോലും പിശാചിനെയും കെടുത്തിക്കളയല്ലേ. ഹല്ലേലൂയ. നിസ്സാര വാക്കുകളിൽ കൂടെ പിശാച് പ്രവർത്തിക്കുവാനിടയായി തീരും. ഒത്തിരി കാര്യങ്ങൾ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ പറയുവാനുണ്ട്. ഹല്ലേലൂയ. സമയം 1 മണിക്കൂറായ സിസ്റ്ററെ, എത്ര സിസ്റ്റർ കഴിഞ്ഞു? ഹല്ലേലൂയ. നമുക്ക് ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കാം പ്രിയമുള്ളവരെ. ഒന്ന് ഞാൻ സുവിശേഷ വേലയോടുള്ള ആഹ്വാനം നിങ്ങൾക്ക് തന്നു. യേശു എന്ന് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമേ. ഹല്ലേലൂയ. ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഒരു ഉദാഹരണം എന്നെ ചിന്തിപ്പിച്ചു കേട്ടോ. ഞാനത് നിങ്ങളോടൊന്ന് പറയും. ഒരു ഉദാഹരണമാട്ടോ. ഒരിക്കൽ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ തല താഴ്ത്തിയപ്പോൾ സൂര്യൻ ഒരു ചോദ്യം വിളിച്ചു ചോദിച്ചു. കഴിഞ്ഞ മണിക്കൂറുകൾ ഞാൻ ലോകത്തിന് വെളിച്ചം കൊടുത്തു. ഹല്ലേലൂയ. എന്നാൽ ഞാൻ അസ്തമിക്കുവാൻ പോകുമ്പോൾ ഈ ലോകം അന്ധകാര നിബിഡമാകും. ഈ അന്ധകാര നിബിഡമാകുന്ന ലോകത്തിന് വെളിച്ചം കൊടുക്കുവാൻ ആരുണ്ട്? അപ്പോൾ കുറച്ച് മണ്ണെണ്ണ വിളക്കുകൾ പറഞ്ഞു, ഞങ്ങളുണ്ട്. ഹല്ലേലൂയ. എൻ്റെ യേശുപ്പച്ചൻ്റെ ക്രൂശിനെ വർണ്ണിക്കാത്ത ഒരു മെസ്സേജ് എനിക്കില്ല പ്രിയമുള്ളവരെ. പീലാത്തോസിൻ്റെ അരമന മുതൽ കാൽവറിയുടെ മലമുകൾ വരെ എൻ്റെയും നിന്റെയും പാപത്തിനു വേണ്ടി സർവ്വനിന്ദകളും സഹിച്ച് ഒരു മരക്കുരിശില് 2 കള്ളന്മാരുടെ മധ്യത്തില് എന്റെയും നിന്റെയും പാപത്തിനു വേണ്ടി എരിഞ്ഞെരിഞ്ഞെരിഞ്ഞടങ്ങുമ്പോൾ, മുഖത്ത് തുപ്പലേറ്റപ്പോൾ, ഹല്ലേലൂയ, കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. പ്രിയമുള്ളവരെ, എന്റെ കർത്താവ് എന്നോടും നിന്നോടും മൗനമായി ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. എന്റെ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, കുരുടന് കാഴ്ച കൊടുത്തു, മുടന്തനെ നടക്കുമാറാക്കി. ഹല്ലേലൂയ. എന്നാൽ എന്റെ കർത്താവും മടങ്ങി വരുന്നത് വരെ ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ ആരുണ്ട്? എന്റെ കർത്താവ് എന്നോട് നിന്നോട് ചോദിക്കുകയായിരുന്നു, സഹോദരിമാരെ, നിങ്ങൾ ഒരു പുതിയ തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനി ഞാൻ ഒരു കാര്യം പറയുക. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നിങ്ങളൊന്ന് വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതൊരു നിങ്ങളും ദൈവവും തമ്മിലുള്ള ഒരു കണക്ഷൻ വന്നാലുണ്ടല്ലോ, കുഞ്ഞെ, നിന്നെ കർത്താവിനെടുത്ത് ഉപയോഗിക്കണമെന്ന്. ഹല്ലേലൂയ. ചില കർത്താവുമായിട്ടുള്ള വചനധ്യാനമൊക്കെ ഒന്ന് വർദ്ധിക്കട്ടെ പ്രിയമുള്ളവരെ. പ്രാർത്ഥനയുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിക്കാം.